തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ 5 പേരെയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ വെട്ടിക്കൊന്നത് എങ്കിൽ കോഴിക്കോട്ട് സ്വന്തം ഉമ്മയെ അറുത്തു കൊന്നതും നമ്മുടെ സമുദായത്തിന്റെ പേരും ബാനറുമുള്ളൊരു ചെറുപ്പക്കാരനാണ് എങ്കിൽ ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കുമൊക്കെ നമ്മുടെ സമൂഹം അടിമപ്പെട്ടുപോയിരിക്കുകയാണ്. നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് ബുദ്ധിമാന്മാരെ പോലും ആശയക്കുഴപ്പത്തിലാക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും പള്ളികളുടെ ഇമാമുമാരുടെ ഖതീബുമാരുടെ ഉസ്താദുമാരുടെ മുഅല്ലിമീങ്ങളുടെ വഅള് പറയുന്നവരുടെ പ്രസംഗകരുടെ പ്രഭാഷകരുടെ എല്ലാം ഉത്തരവാദിത്വം ഏത് കാലത്തെക്കാളും വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഉമ്മത്തിന് മെഹ്റാബിൽ നിന്ന് വഴികാട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് അതിന് പ്രത്യേക പെർമിഷൻ വാങ്ങേണ്ടതില്ല. മാത്രമല്ല, പള്ളിയിൽ നമ്മൾ ജുമുഅ ജമാഅത്തിന് കൂടുമ്പോൾ അതിന് മറ്റു സമ്മേളനങ്ങൾ നടത്താനുള്ള പെർമിഷന്റെ ആവശ്യമില്ല. അവിടെ വേണ്ടത് നല്ലൊരു ഇമാമും ആ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കഴിവുള്ള ഖതീബും ഒക്കെയാണ് വേണ്ടത്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരുമാണ് വേണ്ടത്. ഇമാമിനെ പുറത്താക്കാൻ എന്ത് മാർഗമുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ഇമാമിനെ നമുക്ക് ഈ നാട്ടിൽ എത്രമാത്രം ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന കമ്മിറ്റിക്കാരാകണം. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ പള്ളികൾ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഓരോ പ്രദേശത്തെയും പള്ളികൾ ആ പ്രദേശത്ത് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ട് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കേന്ദ്രങ്ങളായി അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം തന്നെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഗ്രാമക്കാർക്ക് പ്രത്യേകമായി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദുആയിലൊക്കെ ഞങ്ങളെ എല്ലാവരെയും ഓർക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.